വൈദ്യുതി തടസ്സത്തിൽ അതൃപ്തി അറിയിച്ച് ചേകനൂർ ശാഖ യൂത്ത് ലീഗ് പ്രവർത്തകർ. വൈദ്യുതി തടസ്സമുള്ള സമയത്ത് ഉച്ചയ്ക്ക് 1 മണിക്കൂറെങ്കിലും വൈദ്യുതി ഓൺ ചെയ്യണമെന്ന ആവശ്യവുമായാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ കണ്ടനകം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത്. ഗുരുതര രോഗങ്ങളുള്ള രോഗികൾ, സ്കൂളുകൾ, വീട്ടിലുള്ളവർ തുടങ്ങിയ ആളുകൾക്ക് വൈദ്യുതി തടസ്സം നേരിടുന്ന സമയത്ത് ചെറിയൊരു ആശ്വാസത്തിനായി ഉച്ചയ്ക്ക് 1 മണിക്കൂറെങ്കിലും വൈദ്യുതി ഓൺ ചെയ്യണമെന്ന ആവശ്യവുമായാണ് ചേകനൂർ ശാഖ യൂത്ത് ലീഗ് പ്രവർത്തകർ കണ്ടനകം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത്. തുടർച്ചയായിട്ട് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തുടർച്ചയായ രീതിയിലുള്ള കറണ്ട് കട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ പൊതുജനങ്ങൾക്കായാലും ആരാധനാലയങ്ങൾക്കും അതേപോലെ ഓഡിറ്റോറിയം, ഹോസ്പിറ്റല്, അതേപോലെ സ്കൂളുകൾ, ഈ വക സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാണ് തുടർച്ചയായിട്ടുള്ള ഈ ഒരു കറണ്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഇടക്കാല ആശ്വാസം എന്നോണം ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് 1 മണിക്കൂർ നമുക്ക് വീടുകളിൽ വെള്ളമടിക്കാൻ, അതേപോലെ ഫോണിൽ ചാർജ് ചെയ്യാൻ എന്നീ ആവശ്യങ്ങൾക്ക് 1 മണിക്കൂർ നമുക്കൊന്ന് കറണ്ട് പുനഃസ്ഥാപിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കണ്ടനാകം KCB ഓഫീസിൽ നമ്മൾ സബ് എഞ്ചിനീയർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അവർ അനുകൂലമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് തന്നിട്ടുള്ളത്. തുടർച്ചയായിട്ടുള്ള നടപടിയുമായി നമ്മൾ ഇനി അടുത്തത് പൊന്നാനിയിലേക്കും തിരുവനന്തപുരം സർക്കിളിലേക്കും അതേപോലെ കോഴിക്കോട്, അത് കഴിഞ്ഞ് പൊന്നാനി, തിരുവനന്തപുരം ഹെഡ് ഓഫീസ്. ചേകനൂർ ശാഖ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷിഫാദ് ചേകനൂർ, ജനറൽ സെക്രട്ടറി ഷഫീഖ് ചേകനൂർ, വൈസ് പ്രസിഡന്റ് ഷബീബ് കെ എന്നിവരാണ് നിവേദനം സമർപ്പിച്ചത്. NCV ന്യൂസ് എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.